കേരളത്തിൽ അധികാരം ലഭിച്ച തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് അധ്യക്ഷന്മാരെ കണ്ടെത്തുവാനുള്ള തിരക്കിട്ട ചർച്ചകളാണ് രാഷ്ട്രീയ മുന്നണികളുടെ ക്യാമ്പുകളിൽ ഇപ്പോഴും നടക്കുന്നത്. ഡിസംബർ 26 അധ്യക്ഷന്മാരെ തിരഞ്ഞെടുക്കുന്നതിനായി തദ്ദേശ സ്ഥാപനങ്ങളിലെ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഭരണസമിതികൾ യോഗം ചേരുന്നത്. അതിനാൽ ക്രിസ്മസ് ദിനത്തിലും ചൂടുപിടിച്ച ചർച്ചകളാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നടക്കുന്നത്. കേരളത്തിൽ ബഹുഭൂരിപക്ഷം തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും UDF വിജയം നേടിയ എന്നതിനാൽ തന്നെ കൂടുതൽ സജീവമായ ചർച്ചകൾ നടക്കുന്നത് UDF ക്യാമ്പിലാണെന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. ഈ ഘട്ടത്തിൽ ടേം വീതം വെപ്പുമായി ബന്ധപ്പെട്ടുൾപ്പെടെയുള്ള നിരവധി തർക്കങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിച്ച് അധികാരം ഉറപ്പാക്കുവാനാണ് UDF കേന്ദ്രങ്ങൾ ഇപ്പോൾ ശ്രമിക്കുന്നത്. നമുക്കറിയാം, കൊച്ചി മേയർ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ ഏറ്റവും അധികം ഉയർന്നു കേട്ട ഒരു പേര് KPCC ജനറൽ സെക്രട്ടറി കൂടിയായ ദീപ്തി മേരി വർഗീസിൻ്റേതായിരുന്നു. എന്നാൽ ഏറെ അപ്രതീക്ഷിതമായി പ്രഖ്യാപനം വന്നപ്പോൾ 2.5 വർഷം വീതം 2 കൗൺസിലർമാർക്കിടയിൽ വീതം വയ്ക്കുവാൻ ധാരണയായ ടേമിൽ ദീപ്തിയുടെ പേര് ഉൾപ്പെട്ടിട്ടില്ല എന്നതാണ് കൗതുകകരമായ വസ്തുത. ദീപ്തി മേരി വർഗീസ് ഇതിനെതിരെ പരസ്യ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുമുണ്ട്. അതിനാൽ തന്നെ ഇപ്പോൾ കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകളും പുറത്തു വരുന്നുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടാതെ പോയ ദീപ്തി മേരി വർഗീസിനെയും മറ്റൊരു യുവ കോൺഗ്രസ് വനിതാ നേതാവിനെയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരിഗണിക്കുവാനാണ് കോൺഗ്രസ് ആലോചിക്കുന്നത് എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ദീപ്തി മേരി വർഗീസിനെ കൂടാതെ ഇത്തരത്തിൽ പരിഗണിക്കപ്പെടുന്ന മറ്റൊരാൾ എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗമായ ശ്രീനാദേവി കുഞ്ഞമ്മയാണ്. ദീപ്തി മേരി വർഗീസിനെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ ഉറച്ച കോട്ടയായ തൃക്കാക്കര സീറ്റിൽ നിന്നും മത്സരിപ്പിക്കാം എന്ന വാഗ്ദാനം നേതൃത്വം മുന്നോട്ട് വെക്കുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. നമുക്കറിയാം, 2021 പൊതു തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ PT തോമസ് ആയിരുന്നു കോൺഗ്രസിൻ്റെ ഉറച്ച കോട്ടയായ തൃക്കാക്കരയിൽ നിന്ന് വിജയിച്ചു കയറിയത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ അപ്രതീക്ഷിതമായ മരണത്തെ തുടർന്ന് ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ പ്രധാനമായും പരിഗണിക്കപ്പെട്ട പേരുകളിലൊന്ന് ദീപ്തി മേരി വർഗീസിൻ്റേതായിരുന്നു. എന്നാൽ പാർട്ടി നേതൃത്വം ഉമാ തോമസിനെയാണ് ആത്യന്തികമായി ഇവിടെ മത്സരത്തിന് നിയോഗിച്ചതും ഉമാ തോമസ് വലിയ ഭൂരിപക്ഷത്തിൽ പിന്നീട് വിജയിച്ചു കയറിയതും. എന്നാൽ അന്ന് തന്നെ ഉമാ തോമസ് താൽക്കാലികമായ ഒരു അറേഞ്ച്മെൻ്റ് ആണ് എന്ന സന്ദേശം ദീപ്തി മേരി വർഗീസിന് പാർട്ടി നേതൃത്വം നൽകിയിരുന്നുവെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ദീപ്തി മേരി വർഗീസ് ഇടതുപാളയത്തിലേക്ക് ചുവടുമാറാതെ കനത്ത പ്രതിഷേധങ്ങൾ ഉയർത്താതെ ഉമാ തോമസിനു വേണ്ടി സജീവമായി പ്രചരണ രംഗത്ത് നിലകൊണ്ടത്. പിന്നീട് കല്ലൂർ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച ഒരു നൃത്ത പരിപാടിക്കിടെ ഉമാ തോമസ് ഡയസിൽ നിന്ന് താഴെ വീണ് ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിലാവുന്ന സാഹചര്യവും ഉണ്ടായി. ഈ ഘട്ടത്തിൽ ഏറെക്കുറെ ദീപ്തി മേരി വർഗീസിനെ 2026 തൃക്കാക്കരയിൽ നിന്ന് മത്സരിക്കുവാൻ നിയോഗിക്കുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഉമാ തോമസ് സുഖം പ്രാപിച്ച് വീണ്ടും രാഷ്ട്രീയത്തിൽ സജീവമായതോടുകൂടി ദീപ്തിയുടെ സാധ്യതകൾ കുറയുകയായിരുന്നു. അതിനാൽ തന്നെ ദീപ്തിയെ വീണ്ടും കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മത്സര രംഗത്ത് ഇറക്കിയപ്പോൾ അത് ഉറപ്പായും മേയർ പദവി നൽകുവാനാണ് എന്ന അഭ്യൂഹങ്ങളാണ് കോൺഗ്രസ് വൃത്തങ്ങളിൽ പരന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ ദീപ്തി പുറത്താകുന്നതോടെ തൃക്കാക്കരയിലുള്ള ദീപ്തിയുടെ അവകാശവാദത്തെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമാകുകയാണ്. ദീപ്തി മേരി വർഗീസിനെ 2026 നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഷേധം തണുപ്പിക്കുവാൻ തൃക്കാക്കരയിൽ സ്ഥാനാർത്ഥിയാക്കുവാനുള്ള സാധ്യതകൾ സജീവമാകുകയാണെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് ക്യാമ്പുകളിൽ നിന്ന് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ദീപ്തി മേരി വർഗീസ് ആണെങ്കിലും ഉമാ തോമസ് ആണെങ്കിലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിഗണിക്കുമ്പോൾ തൃക്കാക്കരയിൽ നിന്ന് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചാൽ വൻപിച്ച ഭൂരിപക്ഷത്തിൽ തെരഞ്ഞെടുക്കപ്പെടും എന്ന കാര്യത്തിൽ ഒരു തർക്കവും നിലനിൽക്കുന്നില്ല എന്നതാണ് വസ്തുത. എന്നാൽ ദീപ്തിയെ സംബന്ധിച്ചിടത്തോളം കൊച്ചി കോർപ്പറേഷനിൽ AI ഗ്രൂപ്പുകൾ സംയുക്തമായി നടത്തിയ നീക്കത്തിനൊടുവിലാണ് ദീപ്തിയുടെ കൊച്ചി കോർപ്പറേഷൻ മേയറാകുവാനുള്ള സാധ്യതകൾ തള്ളിപ്പോയത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ വാക്കും വിശ്വസിക്കുവാൻ കഴിയുമോ എന്ന ഒരു ആശങ്ക അവരുടെ ക്യാമ്പിൽ നിലനിൽക്കുന്നുണ്ടെന്നും അറിയാൻ കഴിയുന്നു. എന്നാൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നേരിട്ടിടപെട്ട് ഇത്തരമൊരു അനുനയ സന്ദേശം മുന്നോട്ട് വെച്ചാൽ ദീപ്തി തൻ്റെ പ്രതിഷേധം കടുപ്പിക്കാതെ പാർട്ടി നേതൃത്വത്തിന് വഴങ്ങുമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇനി അഥവാ ദീപ്തി മേരി വർഗീസിന് തൃക്കാക്കര സീറ്റ് നൽകാനായില്ലെങ്കിൽ അത് പ്രതികൂലമായി ബാധിക്കുക എറണാകുളം DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസിനെയാണെന്ന് കൂടി ഈ ഘട്ടത്തിൽ നാം ഓർക്കേണ്ടതുണ്ട്. മുഹമ്മദ് ഷിയാസിനു വേണ്ടി കോൺഗ്രസ് ലീഗിൽ നിന്ന് ഏറ്റെടുക്കുവാൻ ആഗ്രഹിക്കുന്ന കളമശ്ശേരി സീറ്റിലേക്കും ദീപ്തി മേരി വർഗീസ് അവകാശവാദം ഉന്നയിക്കുവാനുള്ള സാധ്യതകളും സജീവമാണ്. ഒരുപക്ഷെ സ്ത്രീപീഡന ആരോപണങ്ങളുടെ നിഴലിൽ നിൽക്കുന്ന എൽദോസ് കുന്നപ്പള്ളിയെ ഒഴിവാക്കി ദീപ്തിയെ പെരുമ്പാവൂർ സീറ്റിലേക്ക് പരിഗണിക്കുവാനുള്ള സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. എങ്കിൽ കൂടിയും എൽദോസിന് അനുകൂലമായ സാമുദായിക സമവാക്യങ്ങൾ ഇവിടെ ദീപ്തിക്ക് അനുകൂലമാവില്ല എന്ന വിലയിരുത്തലുകളും പുറത്തു വരുന്നുണ്ട്. ഏതൊക്കെയാണെങ്കിലും ഒരു നിയമസഭാ സീറ്റ് നൽകി എറണാകുളം ജില്ലയിൽ തന്നെ ഒരു നിയമസഭാ സീറ്റ് നൽകിക്കൊണ്ട് ദീപ്തി മേരി വർഗീസിനെ അനുനയിപ്പിക്കുവാനുള്ള നീക്കങ്ങളാണ് കോൺഗ്രസ് ക്യാമ്പിൽ ഇപ്പോൾ നടക്കുന്നത് എന്ന് ആധികാരികമായി തന്നെ ഈ ഘട്ടത്തിൽ വിലയിരുത്തുവാൻ സാധിക്കും.
സമാനമാണ് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിലേക്ക് എത്തുമ്പോൾ ശ്രീനാദേവി കുഞ്ഞമ്മയുടെ അവസ്ഥ. CPIയിൽ നിന്ന് രാജിവെച്ച് ഏറ്റവും അവസാന നിമിഷം കോൺഗ്രസിലേക്ക് എത്തിച്ചേർന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന യുവ നേതാവ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ കോൺഗ്രസിലേക്ക് എത്തിയപ്പോൾ കൂടുതൽ സുരക്ഷിതമായ ഒരു സീറ്റ് ജില്ലാ പഞ്ചായത്തിൽ കോൺഗ്രസ് അവർക്ക് വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ അതുവേണ്ട, താൻ പ്രതിനിധീകരിച്ചിരുന്ന CPIയുടെയും ഇടതുമുന്നണിയുടെയും ഉരുക്കുകോട്ടയായ പള്ളിക്കലിൽ നിന്ന് തന്നെ ജനവിധി നേടാം എന്ന നിലപാടായിരുന്നു ശ്രീനാദേവി കൈക്കൊണ്ടത്. അതിശക്തമായ രാഷ്ട്രീയ പോരാട്ടത്തിനൊടുവിൽ ഇടതുമുന്നണിയുടെ, പ്രത്യേകിച്ച് CPIയുടെ പൊന്നാപുരം കോട്ടയായി വിശേഷിപ്പിക്കപ്പെടുന്ന പള്ളിക്കൽ ഡിവിഷനിൽ നിന്ന് 190ഓളം വോട്ടുകളുടെ നേരിയ ഭൂരിപക്ഷത്തിലാണ് ശ്രീനാദേവി കുഞ്ഞമ്മ തെരഞ്ഞെടുക്കപ്പെട്ടത്. എന്നാൽ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനത്തേക്ക് മറ്റു ചില പരിഗണനകൾ വന്നപ്പോൾ 3 പേർക്കിടയിൽ ഈ പദവി വീതം വെക്കുവാൻ ധാരണയാകുകയും ശ്രീനാദേവി ഒഴിവാക്കപ്പെടുകയും ചെയ്യുകയായിരുന്നു. എന്നാൽ ശ്രീനാദേവിയുടെ കഴിവും പോരാട്ട വീര്യവും കോൺഗ്രസിനൊരു മുതൽക്കൂട്ടാകും. ഇത് കൂടുതൽ വിനിയോഗിക്കണം എന്ന വിലയിരുത്തൽ ഇപ്പോൾ നേതൃനിരയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീനാദേവി കുഞ്ഞമ്മയെ കൊട്ടാരക്കര സീറ്റിലേക്ക് കോൺഗ്രസ് പരിഗണിക്കുമെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നമുക്കറിയാം, കൊട്ടാരക്കര എന്ന് പറയുന്നത് ഒരു കാലത്ത് R ബാലകൃഷ്ണപിള്ളയുടെ തട്ടകമായിരുന്നു. എന്നാൽ CPMന് വേണ്ടി ഐഷ പോറ്റി രംഗത്തെത്തിയതോടുകൂടി ബാലകൃഷ്ണപിള്ളയടക്കം UDFൻ്റെ ഒരു സ്ഥാനാർത്ഥിക്കും പിന്നീട് അവിടെ നിന്ന് വിജയിച്ചു കയറുവാൻ സാധിച്ചില്ല. എന്നാൽ പിണറായി വിജയൻ തൻ്റെ വിശ്വസ്തനായ KN ബാലഗോപാലിന് വേണ്ടി ഐഷ പോറ്റിയെ 2021 മാറ്റി നിർത്തുകയായിരുന്നു. 40,000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷം 2016 നേടിയെടുത്തതെന്ന് KN ബാലഗോപാലിന് കേവലം 10,000 വോട്ടുകൾക്കാണ് 2021 വിജയിച്ചു കയറുവാൻ സാധിച്ചത്. ഐഷ പോറ്റി ഇപ്പോൾ CPMനോട് ഇടഞ്ഞു നിൽക്കുകയാണ്. അതിനാൽ തന്നെ ഐഷ പോറ്റി UDF ക്യാമ്പിലേക്ക് എത്തുവാനുള്ള സാധ്യതകളും സജീവമാണ്. ഏതെങ്കിലും കാരണവശാൽ ഐഷ പോറ്റി UDF ക്യാമ്പിലേക്ക് എത്തിച്ചേരുന്നില്ല എങ്കിൽ കൊട്ടാരക്കര സീറ്റിലേക്ക് UDF പരിഗണിക്കുക ശ്രീനാദേവി കുഞ്ഞമ്മയാകും എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത്തരത്തിൽ ശ്രീനാദേവി കുഞ്ഞമ്മയെ മത്സരത്തിനിറങ്ങിയാൽ കൊട്ടാരക്കരയിൽ സാമുദായിക സമവാക്യങ്ങളടക്കം തങ്ങൾക്ക് അനുകൂലമാകുമെന്ന വിലയിരുത്തലും UDF ക്യാമ്പിൽ ഉണ്ടായിട്ടുണ്ട്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ ഇടത് തരംഗമുണ്ടായിട്ട് പോലും അതിശക്തിയല്ലാത്ത R രശ്മി KN ബാലഗോപാലൻ എന്ന അധികായനായ നേതാവിനെതിരെ മത്സരത്തിനിറങ്ങിയപ്പോൾ കേവലം 10,000 വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രമേ CPMന് നേടാൻ കഴിഞ്ഞുള്ളൂ എന്നുള്ളതും ഇവിടെ കോൺഗ്രസിനെ ശ്രീനാദേവി കുഞ്ഞമ്മയെ പരിഗണിക്കുവാൻ ആലോചിപ്പിക്കുന്ന ഒരു ഘടകമാണ്. ശ്രീനാദേവിയെ സംബന്ധിച്ചിടത്തോളം ഇടത് കോട്ടകളിലേക്ക് കടന്നു കയറുവാൻ അവർക്കുള്ള കഴിവ് മാത്രമല്ല, നേരെ മറിച്ച് അവർ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിന്, അവർ ജനങ്ങളോട് പറയാൻ പോകുന്ന CPIയിലെ കൊള്ളരുതായ്മകൾക്ക് ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യത ലഭിക്കുമെന്നും അത് വോട്ടായി മാറുമെന്നും കോൺഗ്രസ് നേതൃത്വവും UDF നേതൃത്വവും വിലയിരുത്തുന്നുണ്ട്. സമാനമായി സ്ത്രീ വോട്ടർമാരെ തങ്ങളുടെ പക്ഷത്ത് ഉറപ്പിച്ചു നിർത്തുവാൻ ഒരു യുവ വനിതാ സ്ഥാനാർത്ഥിക്ക് സാധിക്കും. അതിന് ഏറ്റവും കൊള്ളാവുന്ന സ്ഥാനാർത്ഥി ശ്രീനാദേവിയാണെന്ന ആലോചനകളും കോൺഗ്രസ് ക്യാമ്പുകളിൽ ശക്തി പ്രാപിക്കുന്നു. ഇത്തരത്തിൽ ശ്രീനാദേവി കുഞ്ഞമ്മയെ 2026 കൊട്ടാരക്കര നിയമസഭാ സീറ്റിൽ നിന്ന് ഐഷ പോറ്റി മത്സരരംഗത്ത് UDFന് വേണ്ടി ഇറങ്ങാൻ സാധ്യതയില്ലാത്ത ഘട്ടത്തിൽ സജീവമായി പരിഗണിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അങ്ങനെ 2025 തദ്ദേശ ഭരണങ്ങൾ ലഭിച്ചപ്പോൾ ജനപ്രതിനിധികളായ 2 പേർക്ക് അർഹതയുണ്ടായിട്ടും അധ്യക്ഷ സ്ഥാനം നിഷേധിക്കപ്പെട്ട സാഹചര്യത്തിൽ അവരെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരിഗണിക്കുവാനാണ് കോൺഗ്രസും UDFും ഒരുങ്ങുന്നത് എന്ന സൂചനകൾ കൃത്യമായി കോൺഗ്രസ് ക്യാമ്പിനുള്ളിൽ നിന്ന് തന്നെ പുറത്തു വരികയാണ്. പതിവ് രീതികളിൽ നിന്ന് UDFും കോൺഗ്രസും വഴിമാറി ചിന്തിക്കുന്നതിൻ്റെയും വിജയസാധ്യത മാത്രം മാനദണ്ഡമാക്കി സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിൻ്റെയും പാർട്ടിക്കുള്ളിലെ പൊട്ടിത്തെറികൾ കഴിവതും ഒഴിവാക്കുവാനുള്ള ഏറ്റവും ആത്മാർത്ഥമായ ശ്രമങ്ങൾ നടത്തുന്നതിൻ്റെയും സൂചനകൾ കൂടിയാണ് ഇത് എന്നും പറയാതിരിക്കാൻ സാധിക്കുകയില്ല. ഏതൊക്കെയാണെങ്കിലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ദീപ്തി മേരി വർഗീസും ശ്രീനാദേവി കുഞ്ഞമ്മയും അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകരായി പാർട്ടിക്കൊപ്പം നിലയുറപ്പിക്കുമ്പോൾ അതും കോൺഗ്രസിന് ഒരു പുതുമാതൃകയാണ്. ഒരു അപശബ്ദം പോലും ഉയർത്താതെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്ന കോൺഗ്രസ് കൃത്യമായ സ്ഥാനാർത്ഥി നിർണയം വളരെ നേരത്തെ തന്നെ നടത്തി തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് മുൻപേ തന്നെ തെരഞ്ഞെടുപ്പ് രംഗം ചൂടാക്കുകയാണെങ്കിൽ അത് അവർക്ക് വലിയ രീതിയിലുള്ള മുൻകൈ നൽകുമെന്ന കാര്യത്തിലും തർക്കമില്ല. ഇതിനുള്ള ഏറ്റവും മികച്ച ഉദാഹരണം 2025 തിരുവനന്തപുരം കോർപ്പറേഷൻ ഫലങ്ങളാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഇത്തരത്തിൽ കെട്ടുറപ്പോടെ UDFനും കോൺഗ്രസിനും മുന്നോട്ട് പോകുവാൻ സാധിച്ചാൽ ഇടതുമുന്നണിയുടെയും CPMൻ്റെയും കോട്ടകളായി വിലയിരുത്തപ്പെടുന്ന 50ഓളം നിയമസഭാ മണ്ഡലങ്ങളിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുവാൻ കഴിയുമെന്നാണ് പൊതുവിലയിരുത്തൽ പുറത്തുവരുന്നത്. അങ്ങനെ സംഭവിച്ചാൽ 100-ലധികം സീറ്റുകളുടെ ആധികാരികമായ ഭൂരിപക്ഷം VD സതീശൻ സ്വപ്നം കണ്ടതുപോലെ UDFന് നേടുവാൻ സാധിക്കും എന്ന കാര്യത്തിലും തർക്കമില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചും UDFനെ സംബന്ധിച്ചും കൃത്യമായ രീതിയിൽ അടിത്തറ വിപുലീകരിക്കുവാനുള്ള ശക്തമായ നീക്കങ്ങളും അവരുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായി PV അൻവറിനെയും CK ജാനുവിനെയും ഉൾപ്പെടുത്തിയതിനു പുറമെ തന്നെ വലിയ കക്ഷികളായ കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തെയും അതുപോലെ തന്നെ BDJSനെയും UDF ക്യാമ്പിലേക്ക് എത്തിക്കുവാനുള്ള നീക്കങ്ങളും സജീവമാകുന്നുണ്ട്.
ഇതിനുവേണ്ടി എല്ലാം മുന്നിട്ട് ഇറങ്ങിയിരിക്കുന്നത് കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും പ്രധാനപ്പെട്ട നേതാക്കളാണ് എന്ന വസ്തുതയും ഈ നീക്കങ്ങളുടെ പ്രാധാന്യം വ്യക്തമാക്കുന്നു. ഇതിലുപരിയായി പത്മജ വേണുഗോപാലിനെ പോലെ കോൺഗ്രസിനെ ഉപേക്ഷിച്ച് BJP പാളയത്തിലേക്ക് ചേക്കേറിയ ചില നേതാക്കളെ കൂടി ഒരു ഘർ വാപ്പസി നടത്തി കോൺഗ്രസിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനുള്ള അണിയറ നീക്കങ്ങളും സജീവമാക്കുകയാണ്. ഏതൊക്കെയാണെങ്കിലും ഈ രാഷ്ട്രീയ നീക്കങ്ങൾ ഫലപ്രാപ്തിയിലെത്തുമെന്നുള്ള ഉത്തമ വിശ്വാസത്തിലാണ് UDF കേന്ദ്രങ്ങളും കോൺഗ്രസ് കേന്ദ്രങ്ങളും ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. മുൻപെങ്ങും ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലാത്ത വിധമുള്ള ഒത്തൊരുമയും ഐക്യവും കോൺഗ്രസിൻ്റെ നേതൃനിര മുതൽ താഴെ തട്ടുവരെ ഇപ്പോൾ ദൃശ്യമാണെന്നുള്ളത് മറ്റൊരു സവിശേഷതയാണ്. ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ ആനുകൂല്യങ്ങൾ പരമാവധി മുതലെടുത്തുകൊണ്ട് 2010 തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം 2011 തിളക്കം കുറഞ്ഞൊരു വിജയമുണ്ടായ സാഹചര്യം ഒഴിവാക്കുവാനും ആധികാരികമായ ഭൂരിപക്ഷം ഉറപ്പിക്കുവാനുമുള്ള UDFിൻ്റെ രാഷ്ട്രീയ നീക്കങ്ങൾ പ്രേക്ഷകർക്കായി പങ്കുവച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.